ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? സുഖമല്ലേ? അൽഹംദുലില്ലാ, നമുക്ക് സുഖമാണ്. അങ്ങനെ പോണു. മഷ്റൂറ ഫാത്തിമാൻ്റെ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? കാണാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഈ വീഡിയോ. ഒരു പാവം താത്തയാണ്, 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയൊക്കെ ഉണ്ട്. ഭർത്താവ് മരിച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞൊരു താത്തയാണ്. താത്താൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ കാണാത്തവരൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സഹായിക്കാൻ പറ്റുന്നതൊക്കെ സഹായിച്ചുകൊണ്ട്. കുട്ടീൻ്റെ പേരാട്ടോ ചാനലിന്. ആ താത്താൻ്റെ പേരെന്താ, നജില എന്താ ആണ്. കുട്ടീൻ്റെ പേരാണ് മഷ്റൂറ ഫാത്തിമ. അപ്പോൾ നിങ്ങളൊക്കെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാജിദാനും സപ്പോർട്ട് ചെയ്ത മാതിരി നമ്മളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഓർക്കൊരു കാര്യം ഉണ്ടാവുമല്ലോ. ചെറിയ മക്കളാട്ടോ. ഓരോരുത്തരിങ്ങനെ ഡ്രസ്സും സാധനങ്ങളുമായിട്ട് ഇപ്പോൾ 2-3 വട്ടം സാധനങ്ങളൊക്കെ അയച്ചു കൊടുത്തിക്കണ്. പിന്നെ എല്ലാവരും സഹായിച്ച് ഇപ്പോൾ ഒരു ചെറിയ വീടൊക്കെ വെച്ചിക്കണ്. എൻ്റെ പാല് വച്ചലാണ്, കുട്ടീൻ്റെ സുന്നത്ത് വെച്ചലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു 2 ദിവസം മുമ്പ് ഒരു വീഡിയോ കണ്ടിരുന്നു ഇട്ടേനെ. ഏതായാലും നിങ്ങൾക്ക് കാണാത്തവർക്ക് വേണ്ടിയിട്ട് താത്താൻ്റെ വീഡിയോ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മളെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഏതായാലും ഇപ്പോൾ നമ്മളിങ്ങനെ യൂട്യൂബ് ചാനൽ ചെയ്തും കൊണ്ടിരിക്കുകയല്ലേ. നമ്മളെ ചാനൽ കുക്കിംഗ് ചാനലാട്ടോ. എന്നാലും അങ്ങനത്തെ ഒക്കെ ഇങ്ങനെ കാണുമ്പോഴേ ഒന്ന് വെക്കാൻ വിചാരിച്ചു. നമ്മൾ അങ്ങനെ വീഡിയോ ഇടുന്നതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം കിട്ടുകയാണെങ്കിൽ അവർക്ക് കിട്ടിക്കോട്ടെ. അപ്പോൾ പിന്നെന്തൊക്കെ, തണുപ്പൊന്നുമില്ലല്ലേ? ഇവിടെയൊക്കെ നല്ല ചൂടാട്ടോ. ഇവിടെ ഇന്നലെയൊക്കെ നല്ല ചൂടാണ്, ഇന്നും നല്ല ചൂട് തന്നെ. മറ്റേ രാവിലെ കുറച്ചൊക്കെ രാവിലെ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ട് തണുപ്പൊന്നും തീരെ ഇല്ല. പിന്നെന്താ, എന്നായിക്കോട്ടെ കേട്ടോ. ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം കേട്ടോ, കാണാത്തവർക്ക് വേണ്ടിയിട്ട്. കാണാതെ പോകരുത് കേട്ടോ, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖാവൂലേ? അൽഹംദുലില്ലാ, നമുക്ക് സുഖമാണ്. ഇപ്പോൾ അടുക്കളയ്ക്ക് വന്നിട്ടുള്ളൂ കേട്ടോ. ഇനി ചായയും കടിയൊക്കെ ഉണ്ടാക്കട്ടെ. ഇന്ന് നൂൽപുട്ടാട്ടോ. നൂൽപുട്ടും ചിക്കൻ കറിയാണ്. അപ്പോൾ വെള്ളമൊക്കെ ഇവിടെ തിളച്ചിട്ടുണ്ട് പൊടി വാട്ടാൻ. ഇനി പൊടി വാട്ടട്ടെ. പൊടിയൊക്കെ ഇവിടെ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. മോള് കേട്ടോ വീഡിയോ എടുക്കണ്. മോളൊക്കെ വന്നിക്കണ്, മോനും ഒക്കെ വന്നിക്കണ് ഇന്നലെ രാത്രി. കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ. പിന്നെ എന്തൊക്കെ, നമ്മൾ മിഞ്ഞാന്നൊരു വീഡിയോ ഇട്ടുണ്ട് കേട്ടോ. നമ്മളെ വീഡിയോ ഒക്കെ കാണാത്തവരൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ ദിവസമായിട്ടോ നൂൽപുട്ട് ഉണ്ടാക്കിയിട്ട്. അപ്പം എന്നാൽ നൂൽപുട്ട് ഉണ്ടാക്കി. 2 ദിവസമായിട്ട് ചപ്പാത്തിയായിരുന്നു. മോനൂനും മോളൂനൊക്കെ വന്നാൽ നൂൽപുട്ട് കറി. അപ്പോൾ പിന്നെ ഇന്ന് നൂൽപുട്ടാക്കി. ഇനി ഇത് വാട്ടിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ മക്കളെ നൂൽപുട്ടൊക്കെ അവിടെ റെഡി ആയിക്കണം കേട്ടോ. മോള് വല ഇട്ടിട്ടാ നൂൽപുട്ട് ഒരു ട്രിപ്പ് അയക്കണം കേട്ടോ. ഇനി കറി ഉണ്ടാക്കുന്നുണ്ട്. ചിക്കൻ കറി, ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടു, മസാലപ്പൊടികളൊക്കെ ഇട്ടിക്കണം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ കേട്ടോ. നൂൽപുട്ടക്ക് മുട്ടക്കറി എപ്പോഴും ഉണ്ടാക്കൽ കേട്ടോ. അവർക്ക് അതിഷ്ടം. ഒന്ന് ചിക്കൻ കറി ആക്കി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. മോളൂന് എന്താ പരീക്ഷ? പരീക്ഷ കഴിഞ്ഞ് പൂട്ടിയല്ലോ. എന്താ പരിപാടി മോള്? ചിത്രം വരക്കേ? മോനു
ഇങ്ങോട്ട് ബുക്കു ഈ ഫോണോ? അപ്പൊ ഇജ്ജ് ചായ അടിച്ചിക്കണോ? അടിപൊളി. കൊറേ അപ്പൊ മറ്റേ അരിയും ചാക്കി മേത്ത് കൂടി അങ്ങോട്ട് നീക്കച്ചാ. ചായ വേണ്ടാന്നോ? അപ്പൊ രാവിലെ എന്താ പിന്നെ കഴിച്ചല്? പൊറാട്ടെ പിടിക്കൊക്കെ രാവിലെ തന്നെ? ആരപ്പം? ഒറ്റക്ക് പോയാലും എന്നെ പിടിച്ചോണ്ട് പോകും പറഞ്ഞിട്ടില്ല ഞാൻ. അണ്ണാച്ചികളൊന്ന് പിടിച്ചോണ്ട് പോകും. പോര് ചായ അടിച്ചാൻ പോര്. അല്ല അത് ഇതൊക്കെ മോള് വന്നപ്പോ കൊടുന്നതാ. അതെന്താ സാധനം? അങ്ങനെ ഇപ്പേ മോനുവിന്റെ അപ്പച്ചി ഇന്നലെ അന്തിക്കനെ പോയേ. ഇജ്ജ് കണ്ടില്ലേ അപ്പൊ? എനിക്ക് മുട്ടായി കിട്ടിയില്ല ഇന്നലെ അന്തിക്ക്. കത്തി ഇപ്പൂണല്ല കത്തിയാണ്. ഉപ്പൂന ചട്ടക. പാവക്കുട്ടി നല്ല ചൊറുക്കുണ്ടല്ലേ? അത് മാമ വെക്കണത്. അത് കുടുക്ക ചോറ് വെക്കണത്. അത് ചോറ് വെക്കണത്. മറ്റത് കൂട്ടായി വെക്കണത്. ഇനിയൊക്കെ കളി കഴിഞ്ഞ അങ്ങോട്ട് പോണ്ട, ഇവിടെ വാവേ.